സാറ് ഓണമായിട്ട് കൈ കൊടിഞ്ഞു വന്നിരിക്കുവാണ്. ഞങ്ങൾ ഇങ്ങനെ അല്ലല്ലോ കേട്ടത്. യഥാർത്ഥ സ്റ്റോറി ഞങ്ങൾ പറയാം. ഒരു ഭക്ഷണം ഒരുപാട് അള്ളി തൂങ്ങി വരിക. അതെ, കിസ്സൊക്കെ കേട്ടല്ലോ. എന്താ നിന്നുപോയി ചെറുക്ക അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പരസ്പരം ചോദിക്കാം ഫണ്ണായിട്ട്. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇനി ഒരു ബ്രേക്കപ്പിനല്ലേ സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയത്? അല്ല. എല്ലാവർക്കും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളുള്ള ഒരു ദിനമാണ് ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും കളിച്ചിരികളും തമാശകളും ഒക്കെ ആയിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആരോവിങ്സ് അക്കാഡമിയിലെ ഫാക്കൽറ്റീസാണ്. അപ്പോൾ അവരുടെ ഓണവിശേഷങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ഇന്ന് ചോദിച്ചു. നിങ്ങളുടെ പഴയ കാലത്തെ ഓണാനുഭവങ്ങളും ഇപ്പോഴത്തെ ഓണാനുഭവങ്ങളൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് സനൽ സാറ് തന്നെ തുടങ്ങിക്കോ. സാറ് നമ്മുടെ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഫാക്കൽറ്റിയാണ് ആരോവിങ്സിന്റെ. സാറിന്റെ ഒരു ഇൻട്രോയോട് കൂടി നമുക്ക് തുടങ്ങാം. സാർ പറഞ്ഞോളൂ. 1961 മുതൽ തുടങ്ങിക്കോ, കാരണം പുള്ളിക്ക് നല്ല പ്രായമുണ്ട്. അതൊരു വേറെ എപ്പിസോഡായിട്ട് ഇറക്കേണ്ടി വരും. പറഞ്ഞു. എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഈ പറഞ്ഞ പോലെ നമുക്ക് പഴയ ഓണവും പുതിയ ഓണവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, കുറേ കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം നിലവിൽ ഇല്ല. ഇപ്പോഴത്തെ ജനറേഷൻ വരുന്നില്ല. പണ്ട് എല്ലാവരും അവരുടെ അമ്മ വീട്ടിലും അല്ലെങ്കിൽ അവരുടെ വീടുകളിലും ഒത്തുകൂടി കുറേ കളികളും, അതായത് ഊഞ്ഞാല്, അങ്ങനെയുള്ള ഊഞ്ഞാല് കെട്ടി ആഘോഷിക്കുന്ന അങ്ങനെ കുറേ പരിപാടികളൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ അപ്പൊ വേറെയും കുറെ ബെനിഫിറ്റ്സ് ഇല്ലേ? അവര് വേറെ രീതിയിൽ, അതായത് ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഓണമാണ് കൂടുതലായിട്ടും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് നമ്മള് കാലത്തിനനുസരിച്ച് മാറുന്ന 3D ഡിസൈനിൽ നമുക്കൊരു പൂക്കളം ഡിസൈൻ ചെയ്യാം. കെവിൻ സാറിന്റെ മനസ്സിലേക്ക് ഓണം എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്ന ഒരു നല്ലൊരു അനുഭവം എന്തായിരിക്കും? വടംവലി, വടംവലി, ഉറിയടി, അങ്ങനത്തെ കായിക വിനോദങ്ങൾക്ക്. നാട്ടിലെവിടെയാ സാറിന്റെ വീട്? നാട്ടില് തൃശ്ശൂരാണ്. അപ്പൊ ഓണവിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ടാവും. പുലിക്കളി ഉണ്ടാവും, 4 ഓണത്തിന് പുലിക്കളി, അങ്ങനത്തെ ഓണത്തിന്റെ ഒരു ഓർഡർ പറഞ്ഞ എങ്ങനെയാ വരുന്നത്? അതായത് ആദ്യം 1-ാം ഓണം മുതൽ 10 ദിവസത്തെ ഓണത്തിന്റെ ഒരു ഓർഡർ. അത്തം അങ്ങനെയാണ്. അത്തം, ചിത്ര, ജ്യോതി, വിശാഖം, മലയാളം, തൃക്കേട്ട, മൂലം, ഉത്രാടം, പൂരാടം, തിരുവോണം. ഈ ഓണം ആദ്യമായിട്ട് തുടങ്ങിയത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ദേശീയ ഉത്സവമായിട്ട് അനൗൺസ് ചെയ്ത ഒരു ഇയർ ഉണ്ട്. അതെപ്പോഴാന്നുള്ളത് അറിയോ? അറിയില്ല. ആർക്കെങ്കിലും അറിയോ ഫാക്കൽറ്റീസിന്? മലയാളത്തിൽ പ്രാവീണ്യമുള്ള ഒരു മിസ്സാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. മിസ് തുടക്കത്തിലേ പറഞ്ഞു നമ്മുടെ അടുത്ത്, ഞാൻ മലയാളത്തിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ പറയുമെന്ന്. അല്ലേ? ആ ഒരു ഇയർ അറിയോ? അറിയില്ല. മിസ്സിന്റെ നാട് എവിടെയാ? പത്തനംതിട്ട. നിങ്ങൾ ഭയങ്കര ക്യാഷ്വൽ ഇതായി ഫോർമൽ ആയി പോയി, ഭയങ്കര ഫണ്ണായിക്കോ. പരസ്പരം ചോദിക്കണം, നിങ്ങൾക്ക് ട്രോളാ ഇഷ്ടം പോലെ. എല്ലായിടത്തും ഓണം പോലെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ നാടൻ കലാരൂപങ്ങളൊക്കെ കുറെ അവിടെ ഉണ്ട്. ഇപ്പൊ മൺമറഞ്ഞു പോയ കുറെ കാര്യങ്ങളാണ്. നമ്മുടെ പഴയ ക്ലബുകളും അവിടെ കുറെ ഒത്തുകൂടലും കുറെ ഇങ്ങനത്തെയല്ല, പണ്ടത്തെ രീതിയിലുള്ള കുറച്ച് കൂട്ടായ്മകളും അവിടെ കുറെ കുടുംബങ്ങളും അവിടുത്തെ ആൾക്കാരൊക്കെ ഒത്തുചേർന്നിട്ട് കുറെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അതിന് വിജയികളെ കണ്ടെത്തുന്നു, അതിന് സമ്മാനം കൊടുക്കുന്നു. അങ്ങനെ കുറെ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു. നല്ലൊരു ഒത്തുചേരൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോ കുറവാണ്. ഓക്കെ, സാറ് ഓണമായിട്ട് കൈ കൊടിഞ്ഞു വന്നിരിക്കുവാണ്. ഒടിഞ്ഞിട്ടില്ല? എന്തായിരുന്നു ഇതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി? ഇതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്ന് പറയുമ്പോൾ കാഷ്വലായിട്ട് ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലൊന്ന് പ്രിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒന്ന് തെന്നി വീഴുകയുണ്ടായി. ഇതാണ് സത്യമായിട്ടുള്ള കഥ. ആരോവിങ്സ് അക്കാഡമിയിലെ ഫസ്റ്റത്തെ ഓണമാണോ എല്ലാവരുടെയും? അല്ല, സാറിന്റെ എത്രാമത്തെ ഓണം? 4ാമത്തെ ഓണാണ് ആരോവിങ്സ് അക്കാഡമി. ബാക്കിയുള്ളവരുടെ രണ്ടാമത്തെ ഓണം. അതെ.
എൻ്റെ ആദ്യത്തെ ഓണം. എന്റെ ആദ്യത്തെ ഓണമാണ് ഹലോ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണമാണ് എന്റെ രണ്ടാമത്തെ ഓണാ ശരി ഞാൻ മറന്നു മറക്കുന്നു പല പല കാര്യങ്ങളും വന്ന വഴി മറക്കുന്നു എന്റെ രണ്ടാമത്തെ ഓണമാണ് ഓണക്കാലത്തെ വിശേഷങ്ങള് മിസ്സിന്റെ ഓർമ്മയിലുള്ളതൊക്കെ പറഞ്ഞോളൂ. വയനാടാണ് മഴ പെയ്യുന്നത്. ഓക്കെ അപ്പൊ പറഞ്ഞോ ഓണവിശേഷങ്ങൾ. ഓണവിശേഷങ്ങൾ വള്ളി തൂങ്ങി നടന്ന ആ കാര്യങ്ങൾ. അതെ. അതൊക്കെയാണ് ഓണവിശേഷം. എന്നാലും നാട്ടിലെ ഓണം എങ്ങനെയാണ്? അല്ല ഞാന് എന്താ പറയാ ഫുള്ള് ട്രാവലിംഗ് ആയിരിക്കും അന്ന്. അതായത് മാമന്റെ വീട് അമ്മമ്മേന്റെ വീട് അങ്ങനെ ഫുള്ള് എല്ലായിടത്തും പോയിട്ട് എല്ലായിടത്തും പോയി സദ്യ കഴിക്കണമല്ലോ. സദ്യ എടുത്ത് കഴിക്കും വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. അത് ഇല്ല, വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. ലാഭമല്ലേ? നമ്മുടെ വീട് തറവാട്. അപ്പൊ പണ്ട് എല്ലാരും വീട്ടില് വരികയായിരുന്നു. അതായത് അമ്മ വീട്ടിൽ നിന്നും അച്ഛൻ വീട്ടിൽ നിന്നും ഒക്കെ എല്ലാവരും വരികയായിരുന്നു. അപ്പം നല്ല രസമൊക്കെ ആയിരുന്നു. ഇപ്പം ആണെങ്കിൽ എല്ലാവർക്കും ഓരോ ഫാമിലിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലായിടത്തും സെപ്പറേറ്റ് ആയി. അപ്പം ആ ഒരു ബന്ധം അവിടെ നിന്നുപോയി ബന്ധം നിന്നുപോയി. എങ്ങനെ ബന്ധം നിന്നുപോയി? അങ്ങനെ വരലും ഇതാക്കലൊക്കെ നിന്ന് ഒത്തുകൂടൽ നിന്ന്. അലീഷ മിസ്സിന്റെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാ? കുറച്ച് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കേൾക്കാനുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആണെങ്കിലും പറഞ്ഞോളൂ. പണ്ട് ഏറ്റവും സൂപ്പർ മെമ്മറി എന്തായിരുന്നു വെച്ചാൽ ഈ വീട്ടിൽ മറ്റേ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിനും മറ്റേ കൂടുതലും ഹിന്ദു ഫാമിലീസ് ആയിരുന്നു. ആ ഏരിയയിൽ നമ്മൾ മാത്രമേ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിൽ നിന്നും ഓരോ പൊതി കിട്ടും, 10 പലഹാരമൊക്കെ ആയിട്ട്. അതായിരുന്നു എൻ്റെ ഏറ്റവും നല്ല മെമ്മറി എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും തീരുന്ന പോലെ കുറേ സ്നാക്സും അതും ഇതും അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഫുഡാണ് മെയിൻ. പിന്നെ എനിക്ക് സദ്യ ഓക്കെയാണ്. എനിക്ക് സദ്യയുടെ പായസമല്ലേ അങ്ങനെയല്ല, സദ്യനേക്കാൾ ഇഷ്ടം എന്താ പായസമാണ്. കുറേ ഐറ്റം പായസവും അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് ഓണത്തിന് കുറച്ചുകൂടി കുഞ്ഞിനെ നോക്കുകയാണെങ്കിൽ കൂടുതലും ഇങ്ങനെ സ്നാക്സ് ഐസ് പായസം അങ്ങനത്തെ മെമ്മറി ഒക്കെയാണ്. ഓണം ആഘോഷിക്കുന്ന മലയാള മാസം ഏതാ? ഓക്കെ ഈ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയ ഒരാളുണ്ട്. അത് ആരാ എഴുതിയെന്നറിയോ? വൈലോപ്പള്ളി. ചുമ്മാ എനിക്കറിയാവുന്ന ഉത്തരം ശരിയായിരുന്നു, പക്ഷെ ആളത് കുളമാക്കി. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വലിയ മഹാനായ രാജാവ്. വലിയ ത്യാഗി. മുട്ടൻ മഹാത്യാഗി. സമ്മാനം നിങ്ങൾക്ക് തന്നെ, വലിയ ത്യാഗം ചെയ്തവൻ. ഈ 4-ാം ഓണത്തിനുണ്ടല്ലോ നമ്മളൊരു മഹാന്റെ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ചതയത്തിൽ എല്ലാത്തിലും അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ശ്രീനാരായണ ഗുരു ജയന്തി. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താ? ഇന്ദ്രസേനൻ. നേരത്തെ നിങ്ങൾ പഠിച്ചു വിദ്യാർത്ഥിയും അധ്യാപകനുമായിട്ടുള്ള ഒരു ഓണാഘോഷ അനുഭവങ്ങൾ നമ്മുടെ സാറിനുണ്ട്. അപ്പൊ സാർ ആ ഓണാഘോഷ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി കഴിഞ്ഞ് ഞങ്ങൾ ആരോഗ്യത്തിൽ ജോയിൻ ചെയ്യുന്നത്. കറക്റ്റ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഓണാഘോഷം വരുന്നത്. ജസ്റ്റ് ജോയിൻ ചെയ്ത ടൈമിൽ. പക്ഷേ അപ്പോൾ ഞങ്ങൾ ആരുമായിട്ട് അങ്ങനെ കോൺടാക്ട് കാര്യങ്ങളൊന്നും അധികം ആയിട്ടില്ല. സാറുമാരായിട്ടാണെങ്കിൽ പോലും അത്ര കണക്ഷൻസ് വന്നിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞാണ് വന്നിട്ടുണ്ടായില്ല. കെവിൻ സാറായിരുന്നു ഞങ്ങളുടെ മെയിൻ ആൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളായിട്ടൊന്നും സിങ്ക് അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെ അധികം ഞങ്ങൾ സിങ്കായി. ഈ ഒരു ഓണമായിരുന്നു ഓൾമോസ്റ്റ് എല്ലാത്തിനും സൂപ്പറായിട്ട് ഞാൻ ആഘോഷിച്ചൊരു ഓണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അധികം ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ടൈമിൽ ഫാക്കൽറ്റി ആയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് എല്ലാവരോടും കൂടി മിങ്കിളായി ആ ഓണത്തിലേക്കുള്ള ഒരു കണക്ഷൻസ് കൂടുതൽ കിട്ടി. സാറ് പറഞ്ഞ പോലെ വേറെ ഒരു മെമ്മറി നമുക്ക് ആരോ വിങ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ഫാക്കൽറ്റീസും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ടീച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആയാലും ഹോസ്പിറ്റല് അതേപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനെയുള്ള ഇതാണെങ്കിലും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും കമ്പനി. പക്ഷെ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോഗ്രാംസ് വരുമ്പോൾ എല്ലാവരുമായിട്ടും നമ്മൾ മിങ്കിൾ ചെയ്യും. നമുക്ക് എല്ലാ സ്റ്റുഡൻസും നമ്മളോട് ഇങ്ങോട്ട് വന്ന് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ട്സും കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രാക്ടീസിനായാൽ പോലും അതേപോലെ പരിപാടിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഡാൻസും അങ്ങനെ എല്ലാത്തിനും നമ്മൾ നല്ലൊരു സപ്പോർട്ടും. അപ്പോൾ പിള്ളേർക്കും അവരുടെ കൂടെ നമ്മൾ കൂടുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ്. നമുക്ക്
എപ്പോഴും ഒരു ഇനി അടുത്ത ഓണത്തിനും ഇതേപോലത്തെ ഒരു വൈബ് നമുക്ക് കിട്ടും. അപ്പം കെവിൻ സാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കെവിൻ സാർ ഇവിടെ കുറേ നാളായിട്ട് ഓണാഘോഷത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറിന് ഇത്രയും നാൾ ഈ ആരോവിങ്സിൽ വന്നത് മുതൽ ഇപ്പം വരെയുള്ള ഈ ഓണത്തിൽ എന്തൊക്കെ ഡിഫറൻസാണ് ഫീൽ ചെയ്യുന്നത് ആരോവിങ്സ് അക്കാഡമിയിൽ വെച്ച് നോക്കാം? ആരോവിങ്സിൽ വന്ന വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു അതായത് നമ്മുടെ പാർക്കിങ്ങിൽ ആണ് ഓണാഘോഷം നടത്തിയത്. അതായത് കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2022 ആദ്യത്തെ ഓണം. അപ്പോൾ അതിന് ശേഷമുള്ള ഓണം സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ സ്കെയിൽ വലുതായി. ഇപ്പോഴത്തെ ഓണം അതുപോലെ തന്നെ സ്കെയിൽ വലുതായി വരട്ടെ. ഓരോ വർഷം വരുന്നതും കൂടുതൽ ഭംഗിയായി വരികയാണ്. അതെ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കാം, ഓണത്തിൻ്റെ ഒരു 2 വരി കവിത ഓണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പാട്ട് ഏതെങ്കിലും ഓണം റിലേറ്റഡ് അതുല്യ പാടും. മലയാളത്തിൽ പ്രാവീണ്യമുള്ള ആളുണ്ട്. അതുല്യ പാടും. അതുല്യ മിസ് ഒരു പാട്ട് പാടട്ടെ. അയ്യോ ഓണപ്പാട്ട് എന്താണ് അറിയാം? ആ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ, അത് ഓണത്തിന് നമുക്ക് ഇറക്കുമ്പോൾ പാടുന്ന പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഓണം ഓണം അങ്ങനെ കൊടുത്താൽ ഓണം വീണ്ടും ചെയ്യുള്ളൂ പാട്ട് മറ്റേ പാട്ടില്ലേ ഓണം വന്നല്ല, ആ പാട്ട് അതെ മിസ് ഫോണിൽ നോക്കി പാടിക്കോ, നല്ലൊരു പാട്ട് അല്ലേ? ആരെങ്കിലും ഒക്കെ സജഷൻ കൊടുക്കും. പഠിക്കോ? വരുമോ തിരുവോണം മുടിത്തുമ്മിളീരൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം ഒന്നു തൊട്ടാൽ താനെ മൂളുമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒരു പാട്ടിൽ ശ്രുതിയാവാനൊർ മോഹം മാത്രം ആരാരും കാണാതെ ആരോമതൈമുല്ല പിന്നെയും പോവിടും. നല്ലൊരു കയ്യടി രാവിലെ ഇപ്പൊ ഒരു രാവിലെ തോന്നുവാണ് ചുമ്മാ ഒന്ന് റൈഡ് ചെയ്യാൻ പോകാൻ തോന്നുകയാണെങ്കിൽ സാർ എവിടെ വരെ മാക്സിമം പോയിട്ടുണ്ട്? നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. അത് ഏറ്റവും കൂടുതൽ ദൂരം പോയേക്കുന്ന എപ്പോഴാ? പാലക്കാട് ഒരു 8 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. എറണാകുളം പാലക്കാട് റിട്ടേൺ. അതൊരു മത്സരമായിരുന്നു. അപ്പൊ നേരെ പോവുക തിരിച്ചു വരാം. ഓക്കെ. എത്ര മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും? അയ്യോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുറെ പരിപാടി ഇപ്പൊ റീസെന്റ് അല്ല ഞാൻ നേരെ സൈക്കിളിൽ കയറി ആ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പിന്നെ നടന്നില്ല, വേറെ സൈക്കിളോട്ട്. എല്ലാവരും ചെയ്യണ പോലെ തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോ നമ്മൾ സൈക്കിൾ ഓടും. പക്ഷെ അതൊരു പ്രൊഫഷണൽ ഇതായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. പെട്രോൾ അടിക്കാൻ കാശില്ല വന്നപ്പോ പിന്നെ സൈക്കിൾ കിട്ടാന്ന് വിചാരിച്ചു. അത് സത്യമാണ്. അല്ല ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. പിന്നെ അത് കോമ്പറ്റീഷൻ അതിനുള്ള മേഖലയിലേക്ക് മാറി. ബ്രേക്കപ്പിനല്ലേ സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയത്? അല്ല ഇവിടെ പറഞ്ഞതൊക്കെയല്ലേ, ഒരിക്കലല്ല. കൊണ്ടല്ല. നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക. ഞാൻ കണ്ടെത്തിയ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. കെവിൻ സാറിന്റെ ഹാപ്പിനെസ് എന്തൊക്കെയായിരുന്നു? ചളയടി മെയിനാ. ഞങ്ങളുടെ അതെ ആണെങ്കിലോ ഓണമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഓണസദ്യ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് കൂടി ഓണസദ്യ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിച്ച് എൻജോയ് ചെയ്ത് അതൊക്കെ തന്നെ. ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റും എല്ലാം കൂടെ? തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ തന്നെ ചെയ്യുന്നതും. ആർക്കൊക്കെ പറ്റും? എനിക്ക് പറ്റും. പറ്റില്ല. ഓർഡർ ചെയ്യാനായിട്ട് അത് പറ്റും. ഓൺലൈൻ ഓർഡർ ചെയ്ത് വീഡിയോ കൊടുക്കാൻ പറ്റും. അലീഷ മിസ് ആണെങ്കിലോ ചോറ് വെക്കാം, ബാക്കി തൈര് വെക്കണല്ലോ. പപ്പടം. കുട്ടിക്കാലത്തെ മറക്കാനാവാത്ത നല്ലൊരു ഓണാനുഭവം എന്തായിരിക്കും? അന്ന് നമ്മൾ ഈ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട്
സ്കൂളിൽ പൂക്കള മത്സരം ഉണ്ടല്ലോ, അപ്പോൾ അന്ന് പൂ മേടിക്കുമല്ലോ, പൂ പറിക്കുവാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് പൂ പറിച്ച് പല വീടുകളുടെ മുറ്റത്തുനിന്ന് പൂ പറിച്ച് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് പോവുക, എല്ലാവരും കൂടെ പൂ പറിക്കുക, അതൊക്കെയായിരുന്നു പണ്ട്. മിസ്സിൻ്റെ ആണെങ്കിൽ സാറിൻ്റെ എൻ്റെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലല്ല നോർമലി ഓണാഘോഷിച്ചുകൊണ്ടിരുന്നത്. ചിക്കമംഗ്ലൂർ എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ വീടുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു തറവാട് പോലെയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഫാമിലി, അമ്മയുടെ ഫാമിലിയുടെ എല്ലാവരും പോയി ഞങ്ങൾ അവിടെയാണ് ഓൾമോസ്റ്റ് കൊച്ചു പ്രായത്തിൽ എൻ്റെ ഒരു 10 വയസ്സ് 15 വയസ്സ് വരെ ഞങ്ങൾ എല്ലാ വെക്കേഷനും അവിടെ ഓണാഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇപ്പം മിസ്സാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ അവിടെ ആരും ഇല്ല. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും പണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നതും ആ ഒരു ഓണക്കാലമായിരുന്നു. മിസ്സിൻ്റെ അനുഭവം, എന്റെ അനുഭവം കുട്ടിക്കാലത്തെ കുട്ടിക്കാലത്ത് സ്കൂൾ ഡേയ്സിൽ പഠിക്കണം. കുട്ടിക്കാലത്ത് തന്നെ എടുത്ത് പറയാം. കുട്ടിയാണോ? അതെ, സ്കൂൾ ടൈമല്ലേ, സ്കൂൾ സ്കൂൾ ടൈമല്ലേ. ടൈമില് സ്കൂളിൽ പോയിട്ടില്ല. സ്കൂളിൽ പോയിട്ടില്ല. ഉയ് അതല്ല അതിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ. അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പം അപ്പം എല്ലാവരും ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന അപ്പം സ്കൂൾ അടയ്ക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതാക്കിയിട്ട് പുതിയൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അതായത് പണി കഴിഞ്ഞിട്ട് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനമെങ്കിൽ പിറ്റേ ദിവസമാണ് ഓണപരിപാടി. എന്നിട്ട് നമ്മൾ പോയി എന്താ പറയുക, അവിടെയാണ് നമ്മൾ അത്തപ്പൂക്കൾ ഇട്ടത്. നമ്മുടെ ക്ലാസ്സിൻ്റെ അത്തപ്പൂക്കളൊക്കെ അവിടെയായിരുന്നു. പുതിയ ബിൽഡിംഗ് ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് തന്നേക്കുക. പിന്നെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ കളറിടലായി, എന്താ പറയുക, ബലൂൺ ഇതാക്കലായി. ആ ബിൽഡിങ് വൈറ്റ് പെയിൻ്റ് ആയിരുന്നു, എല്ലാം കളർഫുള്ളാക്കി വെച്ചു, നശിപ്പിച്ച് വെച്ചു. പിറ്റേ ദിവസം നമ്മൾ എന്താ വീട്ടിലേക്ക് വിളിച്ചു ഇവിടുന്ന്. അങ്ങനെ എല്ലാവരും പോയിട്ട് പൈസയൊക്കെ പിരിവിട്ടിട്ട് പുതിയ പെയിൻ്റൊക്കെ വാങ്ങി അടിച്ച് പുതിയ ട്രാജഡി സ്റ്റോറിയാണ് കുട്ടിക്കാലത്തെ ഓർമ്മയുടെ ഓണം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ഓർമ്മ. അതെനിക്ക് മറക്കാനാവാത്തൊരു ഓണാനുഭവമായിരുന്നു. അലീഷ മിസ്സിന്റെ കുട്ടിക്കാലത്തോ? എനിക്ക് കുട്ടിക്കാലമില്ല. എനിക്ക് സ്കൂൾ യൂഷ്വൽ മെമ്മറീസ് തന്നെയാണ്. അതായത് പൂവറിക്കുക, അതായത് സ്കൂൾ ആഘോഷം അങ്ങനെ. പക്ഷെ ഇതും നേരത്തെ അനന്ത് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ ഫാമിലിയിലാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. അപ്പം അമ്മയൊക്കെ മൊത്തം 8 പേരാണ്, കസിൻസ് അല്ല സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് 8 പേരാണ്. അതിന് 20 ചെറുമക്കളാണ് മൊത്തം. അപ്പൊ 20 പേരോട് ഒന്നിച്ച് അത് പറഞ്ഞു പോയി ചിരി. അങ്ങനെ കേൺസാറിന്റെ വളരെ ചെറിയൊരു കുടുംബം, അതുകൊണ്ടാണ്. എന്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം ആ 20 പേരുടെ 20, അപ്പം എന്റെ കുഞ്ഞിലെ 20 പേരിലെങ്കിലും ഒരു 10-18 പേരെങ്കിലും ഉണ്ടാവും. അപ്പം എല്ലാവരും ചേർന്നിട്ട് ഭയങ്കര രസമായിരുന്നു അതൊരു. അങ്ങനെ എനിക്ക് ഭയങ്കര വലിയ മെമ്മറി അങ്ങനെ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ലതായിരുന്നു. ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ പോകുന്നിടത്തില്ല, പക്ഷെ സദ്യയൊക്കെ ഉണ്ടാക്കും. നിങ്ങളുടെ ഈ ഓണത്തിന്, ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ചായിട്ട് തുടർന്ന് വരുന്ന എന്തെങ്കിലും ഒരു ആചാരം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഓർമ്മിക്കാൻ പറ്റുന്ന? ഇത്രയും കാലമായിട്ടും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഇപ്പം ഇല്ല, പക്ഷെ ഇപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്ത് വരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ നമ്മൾ അത്ത 1 തൊട്ട് നമ്മൾ ഇട്ട് തുടങ്ങും. തിരുവോണത്തിന്റെ അന്ന് രാവിലെ അതിലെന്തോന്നുണ്ടല്ലോ ഫസ്റ്റത്തെ ദിവസം ഒരു പൂ, ഫസ്റ്റത്തെ ദിവസം നമ്മള് തുമ്പയാണ് ഫസ്റ്റ് തുമ്പ. അങ്ങനെ നമ്മള് പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേനും കളർഫുൾ ആക്കും. അങ്ങനെ തിരുവോണത്തിന്റെ അന്ന് നമ്മള് ഈ ഓണത്തപ്പനെ വരവേൽക്കാന്ന് പറഞ്ഞൊരു ചെറിയൊരു ചടങ്ങുണ്ട്. അപ്പോൾ അത് നമ്മൾ മഹാബലി ഇങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിച്ച് ഈ തുമ്പച്ചെടിയൊക്കെ മുറിച്ച് അങ്ങനെ കുറച്ച് പരമ്പരാഗതമായ ഓണത്തപ്പനെയൊക്കെ വെച്ചിട്ട് കുറച്ച് പരമ്പരാഗതമായ ചടങ്ങുകളൊക്കെ ഉണ്ട്. വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. നൊസ്റ്റാൾജി ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫസ്റ്റത്തെ ദിവസം അത്തത്തിന്റെ അന്നൊരു പൂവിടും. ആ പൂ പിന്നീട് അതിന് ചുറ്റിനും അല്ലേ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് പൂക്കളിട്ട് വന്നത്, അതോ ആ പൂവിന്റെ മേലെ തന്നെയാണോ? അല്ല, അന്ന് നമ്മളത് മാറ്റിയിട്ടാണ് അടുത്ത ദിവസം ഇടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ വെറുതെ എല്ലാവരും ഇപ്പം വെറുതെ ഇടുന്ന രീതിയിലാണ്. പണ്ട് ചെയ്യുമ്പോ അതിനൊരു ആ ഒരു ഇഷ്ടികെല്ലാം വെച്ച് കെട്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ കെട്ടിയാണ് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതുമേലാണ് ഓണസദ്യയുടെ ഓർഡർ അറിയോ? അറിയില്ല. ഞാൻ പറയാം. ഫസ്റ്റ് ഇലയിലെ എന്നാലും ഞാൻ പറയാം. ഉപ്പ്, പിന്നെ മറ്റേ ഇത് ചിപ്സ്, ചക്രവർത്തി, പിന്നെന്തായിരുന്നു അച്ചാറ്, അവിയല്, തീയല്, സാമ്പാറ്.
ചോറ് പരിപ്പ് നെയ്യും കൂടി തൊടുകറികൾ ആദ്യം വെക്കുക. തൊടുകറികൾ ആദ്യം വരാം. കഴിക്കണം. പപ്പടമൊക്കെ ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് എല്ലാ സാധനവും പറഞ്ഞാൽ മതിയോ? ഇങ്ങനെ ഓരോ ഓർഡർ ഉണ്ടല്ലോ അതിന്. അതിന് ഓർഡർ സിസ്റ്റം ചില വിളമ്പുന്ന order. കഴിക്കുന്നേ ശർക്കര വരട്ടി കായർത്തതൊക്കെ കഴിച്ചിട്ടല്ലേ തുടങ്ങുന്നത്. ചക്രവർത്തിയും കാവർത്തതും പിന്നെ വേറെ ഒരു സ്ഥലത്ത് വേറെ എന്തൊരു സാധനം ഉണ്ടാവും. ഞാൻ എടുക്കുന്ന കഴിച്ചിട്ടില്ല, പക്ഷെ എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എള്ളുണ്ട് അത് തന്നെ. നാട്ടിലെ സദ്യ ഇങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ടൗണിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് മോഡേൺ ഒന്നുമല്ല, ഒരിക്കലല്ല. ഇവിടെ തന്നെ നമുക്ക് നാടൻ സ്റ്റൈല് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റികളൊന്നും ഇവിടെ ഞാൻ കണ്ടുവന്നിട്ടില്ല. പക്ഷെ കുറച്ചും കൂടെ മാറി വരുമ്പോ സദ്യയുടെ കൂടെ നോൺ വെജ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചില ഡിഷസ് പുതിയതായിട്ട് നോർത്ത് സൈഡ് കണ്ണൂർ മലപ്പുറം അവിടെയൊക്കെ കൂടുതലും ഇപ്പൊ പല ഭാഗത്തുനിന്ന് വന്ന ആൾക്കാര് ഉള്ള സ്ഥലമാണ് എറണാകുളം. അപ്പൊ നമ്മുടെ നെയ്ബേഴ്സിനുള്ള അവര് നമ്മളെ ശരിക്കും. കെവിൻ സാറിന്റെ ഇടസദ്യ നാട്ടില് എന്താ ചോറ്, സാമ്പാർ, കറികൾ. ഓക്കെ, ഇപ്രാവശ്യം നാട്ടിലെ ഓണം അടിച്ചു പൊളിക്കാനായിട്ട് പോകുന്നില്ലേ? പിന്നെ നാട്ടിലെല്ലാരും വിളിച്ച് അടിപൊളിയായിട്ട് ഓണാഘോഷം. എല്ലാരും വിളിക്കുന്നതല്ല, അച്ഛനമ്മ, ഭാര്യ, നോട്. ധനാമിസിന്റെ ആണെങ്കിലോ ധനാമിസിന് ഒത്തിരി പറയാനുണ്ടാവും. ഒത്തിരി ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലേ? ഇല്ല, ഒത്തിരി പറയാനില്ല. എന്നാ ഉള്ളത് പറഞ്ഞോ. എല്ലാവരെയും പോലെ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉള്ളൂ. കുറേ കസിൻസും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, പിന്നെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടണം, അത്രേ ഉള്ളൂ. ഓക്കെ, അനന്തൻ സാർ ആണെങ്കിലും ഞാൻ പറഞ്ഞാൽ പണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ എല്ലാ വിഭവങ്ങളും വെച്ചിട്ട് നമ്മൾ സദ്യ നടത്തുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വീട്ടിൽ മാത്രം ഞങ്ങൾ ഫാമിലി മാത്രം ഒതുങ്ങി ചെയ്യുമ്പോൾ നോർമലി ഉള്ള കറികൾ മാത്രം നമ്മൾ ചെയ്തിട്ടാണ്. ചിപ്സ്, ശർക്കര പറ്റിയ കാര്യങ്ങൾ. മിസ്സിന്റെ ഓണം, വയനാട്ടിലെ ഓണം, സ്പെഷ്യൽ ഓണം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് സദ്യ ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും ഇറച്ചി അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ അങ്ങനെയാണോ അത് ഉണ്ടാക്കുക? അങ്ങനെയല്ല. സദ്യ ഉണ്ടാക്കുമ്പോ അച്ഛനോട് പറയും, അച്ഛൻ 1 കിലോ ചിക്കൻ നിങ്ങൾക്ക് ഫ്രൈ സൈഡ്. ഓക്കെ, അനീഷ മിസ് ആണെങ്കിലോ? ഈ പ്രാവശ്യത്തെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. പേരൻസ് നാട്ടിലില്ലാത്തതുകൊണ്ട് ചേച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പേരൻസ് ഇല്ല നാട്ടില്? ഇല്ല, എല്ലാരും പുറത്താ. അപ്പം എന്താണെന്ന് അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചിലപ്പോ വീട്ടിൽ പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും. അങ്ങനെ മഹാബലിയായിട്ട് കേരളം ഭരിക്കാൻ ഒരു അവസരം കിട്ടിയ സാറ് ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? എല്ലാവർക്കും സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും, സൈക്കിൾ ഓടാനും പഠിപ്പിക്കും. ഈ സൈക്കിളിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ മാത്രം ഈ സൈക്കിളിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത യൂറോപ്യൻ കൺട്രീസിലൊക്കെ സൈക്കിൾ ഓടിക്കാൻ ട്രാക്ക് തന്നെയുണ്ട്. നമുക്ക് ഇവിടെ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. പ്രൊമോട്ട് പിന്നെ വർക്കിന് പോകുന്ന സൈക്കിളിലാണ്. പിന്നെ പുറത്തെല്ലാം വർക്കിന് സൈക്കിളിനാണ് പോകുന്നുണ്ടെങ്കിൽ അഡീഷണൽ ഇൻസെന്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനീസ് പ്രൊവൈഡ് പിന്നെ ചെയ്യുന്നുണ്ട്. അവിടെ സൈക്കിൾ ചവിട്ടാൻ അറിയാത്തവർക്ക് 3 വീലുള്ള സൈക്കിളുണ്ട്. ലേഡീസ് ഒക്കെ അതാ ചവിട്ടുന്നത്. ബാക്കിൽ 2 വീലുള്ള സൈക്കിളുണ്ട്. അല്ലേ? അപ്പൊ കെവിൻ സാർ ആണെങ്കിലോ? ഇവിടെ ഉള്ള നിയമങ്ങൾ തന്നെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക. ഇപ്പോൾ റോഡിലെ നിയമങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ നിയമങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആക്കുക. ഉള്ള നിയമങ്ങൾ തന്നെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക. ഓക്കെ, ധനാമിസ് ആണെങ്കിൽ ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ട് ഈ കുട്ടികൾക്കും കോളേജിലൊക്കെ അല്ലേ 10 ദിവസം അവധി കിട്ടുന്നുള്ളൂ വിത്ത് സാലറി. അത് ഹോൾ പ്രൈവറ്റ്, ഗവൺമെന്റ്, ഹോൾ സെക്ടേഴ്സ് എല്ലാ ജോലിയുള്ളവർക്കും അത് 10 ദിവസം കമ്പൽസറി അവധിയും കൊടുക്കും, സാലറിയും കൊടുക്കും. എന്തായാലും നിങ്ങൾ മഹാബലി ആവട്ടെ. മതിയായിരുന്നു. ഓക്കെ, അനന്തൻ സാർ. ഈ പോർഷൻ കട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. അതിനുവേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. സാലറി കിട്ടി. ഓക്കെ, അനന്തൻ സാർ. അത് നമുക്ക് ഓണത്തോടനുബന്ധിച്ച് പറയണം, അല്ലെങ്കിൽ മഹാബലി ആയിക്കഴിഞ്ഞാൽ മഹാബലി ജനറലി നമ്മൾ ചെയ്യുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ചെറിയ കാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കുട്ടികൾക്ക് സ്കില്ലിൻ്റെ കുറവുകളുണ്ട്. സ്കില്ലിൻ്റെ കുറവുകൾ കൊണ്ട് എങ്ങും എത്തിപ്പെടാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജനറേഷനിൽ ഞാൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും. കാര്യം അതില്ലാണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോകുന്ന കുട്ടികളുമുണ്ട്. പിന്നെ വളർന്നു വരുമ്പോൾ എനിക്കത് ആ സ്കില്ല് ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. അല്ല, ഞാന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര നന്മപരമായി ഒരിക്കലും ഇല്ല. അല്ല, ഇപ്പൊ ആണെങ്കില് കൊറേ ഡ്രഗ്സ് ഒക്കെ ഈ കുഞ്ഞു മക്കള് തൊട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട്
അങ്ങനെയല്ല അത് മിസ്യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കും. എല്ലാ മെഡിക്കൽ ഷോപ്പിലും കൊണ്ടുവരാൻ ശ്രമിക്കും. അതല്ല അത് കുറയ്ക്കാൻ ശ്രമിക്കും. കാരണം ചെറിയ മക്കൾ തൊട്ട് എങ്ങനെ കുറയ്ക്കാൻ ശ്രമിക്കും? അങ്ങനെയൊന്നും ചോദിക്കരുത്, കുറയ്ക്കൂ. അത്ര എങ്ങനെ കുറയ്ക്കും? കൂടട്ടെ. അതല്ല ചെക്കിംഗ് ഒക്കെ കൊറേ ഈ അല്ല, മഹാബലി ആണല്ലോ. പുള്ളിക്ക് കുറച്ച് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളതുകൊണ്ട് അതില്ല. അലീഷ മിസ് ആണെങ്കിലോ? ഞാൻ നിയമം ഒന്നും മാറ്റാൻ നിൽക്കില്ല. ഓരോ ദിവസത്തേക്ക് നിയമം മാറ്റി പിറ്റേന്ന് ബസ് ആ നിയമം തന്നെ വെച്ചില്ലേ എന്നും ആയിട്ട്. എന്നും രാജാവായി കഴിഞ്ഞു, രാജ്ഞിയായി കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ പദവി ഒന്നും ഇഷ്ടമല്ല. ഇപ്പൊ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഇനി അടുത്തത്, ഓണത്തിന് നിങ്ങൾക്ക് സാരി ഉടുക്കാനാണോ ഇഷ്ടം, അതോ ട്രഡീഷണൽ ആയിട്ട് വരാനാണോ ഇഷ്ടം, അതോ മോഡേൺ ആയിട്ട് വരാനാണോ ഇഷ്ടം? ട്രഡീഷണൽ മോഡേൺ അല്ല, ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനാണ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ആരോവിങ്സ് അക്കാഡമിയിലെ ഫാക്കൽറ്റീസിനോടൊപ്പമാണ് നമ്മൾ ഇക്കൊല്ലത്തെ ഓണം ആഘോഷിച്ചത്. അവരുടെ ഓർമ്മകളും കളിച്ചിരികളും കുട്ടിക്കാലത്തെ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ കൂടെ അവർ പങ്കുവച്ചു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ആരോവിങ്സ് അക്കാഡമിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.